ഹലോ മച്ചമാരെ, ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭം ബറോസ് തിയേറ്ററുകളിൽ ആദ്യ പ്രദർശനം കഴിയുമ്പോൾ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭം പാളിയോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. അങ്ങനെ പാളിയിട്ടില്ല, ഇതൊരു മികച്ച സിനിമ തന്നെയാണ് എന്നാണ് പറയാനുമുള്ളത്. സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഘടകങ്ങളിലേക്ക് വരാം. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് 3D വിഷ്വലൈസേഷൻ തന്നെയാണ്. 3D മികച്ച രീതിയിൽ തന്നെയാണ്. ഇന്ത്യൻ സിനിമയിലെ ഒരു നല്ല സിനിമ എന്ന് തന്നെ പറയാം. 3Dയിൽ പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രം മികച്ച രീതിയിൽ തന്നെയാണ് വിഷ്വൽ ക്വാളിറ്റിയിലൂടെ നമ്മളെ ഉടനീളം, അതായത് സിനിമ കഴിയുന്നിടം വരെ നമ്മളെ പിടിച്ചിരുത്തുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. എങ്ങും ജർക്കിങ്ങോ ജമ്പിങ്ങോ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു സോഫ്റ്റ് മൂവി. പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് മാത്രം, അല്ലെങ്കിൽ കുട്ടികളെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം. അതും ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾ, 10-12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. ഒരു പൂമ്പാറ്റ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നങ്ങളിൽ കാണുന്ന ഒരു വിഷ്വൽ, അതേപോലെയുള്ള ഒരു പോർച്ചുഗീസ് നാടോടി കഥയിലുള്ള ഒരു കഥയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു കുട്ടിയും ഭൂതവും തമ്മിലുള്ള ആ ഒരു കഥ കാണാൻ കൊച്ചുകുട്ടികളുടെ മനസ്സുള്ളവർക്കും കൊച്ചുകുട്ടികൾക്കും വലിയ രീതിയിലുള്ള ഇഷ്ടമാകുന്നതാണ്. മ്യൂസിക് മികച്ചതായിരിക്കുന്നു, ഡയറക്ഷൻ മികച്ചതായിരിക്കുന്നു, അതേപോലെ തന്നെ ക്യാമറ വർക്കും ടെക്നിക്കൽ സൈഡ് എല്ലാം തന്നെ മികച്ച രീതിയിലുള്ള ഒരു സിനിമയായിട്ട് തന്നെ ഫസ്റ്റ് ഹാഫ് പോകുന്നു. ഇടയ്ക്ക് സംഭാഷണങ്ങളിലെ കല്ലുകടി മാത്രമാണ് സിനിമയ്ക്കുള്ള നെഗറ്റീവായിട്ട് പറയാനുള്ളത്. സെക്കൻഡ് ഹാഫും മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഇതേപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് എല്ലാം തന്നെ ഗംഭീരം. ആർട്ടിസ്റ്റുകൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നു. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം തന്നെ നല്ല ലെവലിൽ പോകുന്നു. പ്രത്യേകിച്ച് ഏറ്റവും മനോഹരമായിരിക്കുന്നത് അണ്ടർ വാട്ടർ സോങ്ങും അതേപോലെ തന്നെ ഉള്ള സോങ്ങുകളെല്ലാം തന്നെ മനോഹരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആകെ ഒരു നെഗറ്റീവ് എടുത്ത് പറയാനോ ഒന്നല്ല, നെഗറ്റീവുകൾ പറയാനുള്ളെങ്കിൽ ആദ്യം കാണുന്ന പ്രേക്ഷകൻ്റെ കണ്ണുകൾ തന്നെയാണ് ഇവിടെ ഉള്ള ആദ്യത്തെ നെഗറ്റീവ്. മോഹൻലാൽ ഫാൻസ് പോലും അത് മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു തലത്തിലുള്ള സിനിമ, അതാണ് സിനിമയുടെ ആദ്യ നെഗറ്റീവ്. എതിരാളികളും പ്രതീക്ഷിക്കുന്നത് അത് തന്നെ. ഈ രണ്ടെണ്ണമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള നെഗറ്റീവായിട്ട് നമുക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ മെയിനായിട്ടുള്ള സിനിമയുടെ നെഗറ്റീവ്, ഇമോഷണലി എങ്ങും തന്നെ സിനിമയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ദൃശ്യ മികവും ശബ്ദ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഫ്രെയിമിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോഴും എവിടെയൊക്കെയോ ഇമോഷണലായിട്ട് എങ്ങും തന്നെ കണ്ടില്ല. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ പോലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, പൂർണ്ണമായും കുട്ടികൾ ഒരു അമർചിത്രകഥ വായിക്കുന്ന ഫീലോടെ അവർക്ക് കാണാൻ കഴിയുന്ന, എങ്ങും ടെൻഷൻ അടിക്കാതെ, കണ്ണ് നിറയ്ക്കാതെ, ടെൻഷൻ വേദനിക്കാതെ ഉള്ള ഒരു നല്ല സിനിമ. തീർച്ചയായും നമ്മുടെ കൊച്ചു കുട്ടികളുമായി പോകാൻ. ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഈ 2 കാര്യങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാം പിന്നെ ഒരു നെഗറ്റീവ് കൂടെ പറയാനുള്ള സംഭാഷണങ്ങളിലെ ചെറിയ ഉള്ള ഇഷ്യൂസാണ്. അല്ലാതെ വേറെ ഒന്നും തന്നെ സിനിമയ്ക്ക് നെഗറ്റീവില്ല. എന്താണേലും ഫാൻസുകാർ വിചാരിക്കുന്ന ലെവലിലുള്ള ഒരു സിനിമയല്ല, എതിരാളികൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയല്ല. സിനിമ പൂർണ്ണമായും കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സിനിമയാണ്. കൂടെ ഫാമിലിക്കും കാണാം എന്നുള്ളത്. അപ്പോൾ കാത്തിരിക്കാം. സിനിമയുടെ ജയപരാജയങ്ങളെല്ലാം തന്നെ കുട്ടികളെ ബേസ് ചെയ്തും ഫാമിലിയെ ബേസ് ചെയ്തും തന്നെയാണ് ഇരിക്കുന്നത്. അല്ലാതെ സിനിമ ടോട്ടലി ഒരു നല്ല സിനിമ തന്നെയായിട്ടാണ് വരുന്നത്. ഇങ്ങനെയും ഉള്ള സിനിമകൾ വരണം. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചോരക്കളി കണ്ട് കൈയടിച്ചവരാണെങ്കിൽ സമാധാനത്തിൽ കണ്ട് കൈയടിക്കുന്നവരും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാം. കുട്ടികളുടെ മനസ്സോടെ സിനിമ കാണുന്നവരും കുട്ടികൾക്കും സിനിമ കാണാനും ഒക്കെയുള്ള ഒരവസരം എന്ന് പറയാം. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.